നമസ്കാരം. പോക്സോ കേസുകൾ സംസ്ഥാന വ്യാപകമായി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നാൽ ഇതിലെ പ്രതികൾ പുരുഷന്മാരാകും. ഇത് കുറച്ചു കാലമായി ഇത് തിരുത്തി എഴുതാൻ ശ്രമിക്കുകയാണ് 25-കാരിയായ സ്നേഹ മെർലിൻ. വീട്ടിൽ ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനാണ് സ്നേഹ മെർലിനെതിരെ കാസർഗോഡ് പോലീസ് കേസെടുത്തത്. തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ 3 പോക്സോ കേസുകൾ നിലവിലുള്ളപ്പോൾ തന്നെയാണ് സ്നേഹയ്ക്കെതിരെ വീണ്ടും പോക്സോ കേസ് വന്നത്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെൺകുട്ടിയുടെ പരാതി പ്രകാരമാണ് തളിപ്പറമ്പ് സ്വദേശിയായ സ്നേഹയ്ക്കെതിരെ വീണ്ടും കേസ് വന്നത്. പെൺകുട്ടിയുടെ മാതാവിന്റെ സുഹൃത്താണ് സ്നേഹ. പ്രതി ഒരു ദിവസം വീട്ടിലെത്തി ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഭയം കാരണം ആ പെൺകുട്ടി ഈ കാര്യം പുറത്തു പറഞ്ഞില്ല. കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് ഈ കാര്യം പുറത്തു വന്നത്. തുടർന്ന് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുക്കുകയായിരുന്നു. സഹോദരങ്ങളായ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പീഡിപ്പിച്ചതിനാണ് മറ്റു 2 കേസുകൾ. മറ്റൊരു ആൺകുട്ടിയെ പീഡിപ്പിച്ചതിനാണ് 3ാമത്തെ കേസ്. ഇപ്പോൾ സ്നേഹ വീണ്ടും കുടുങ്ങിയിരിക്കുകയാണ്. തളിപ്പറമ്പിൽ 12 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന കേസിൽ റിമാൻഡിൽ കഴിയുമ്പോഴാണ് സ്നേഹയ്ക്കെതിരെ മറ്റൊരു പോക്സോ കേസ് കൂടി വന്നത്. പീഡനത്തിന് ഇരയായ സ്കൂൾ വിദ്യാർത്ഥിയുടെ 14 വയസ്സുകാരനായ സഹോദരനെയാണ് സ്നേഹ പീഡിപ്പിച്ചത്. കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്നേഹയ്ക്കെതിരെ വീണ്ടും പോക്സോ കേസ് ചുമത്തിയത്. സ്കൂളിൽ വെച്ച് 12 വയസ്സുകാരിയുടെ ബാഗ് അധ്യാപിക പരിശോധിച്ചതോടെയാണ് ഈ വിവരങ്ങൾ പുറംലോകം അറിയുന്നത്. ബാഗിൽ നിന്നും ലഭിച്ച മൊബൈൽ ഫോണിൽ സംശയാസ്പദമായ ദൃശ്യങ്ങൾ കണ്ടതിനെ തുടർന്ന് അധ്യാപിക വിവരം ചൈൽഡ് ലൈനിൽ അറിയിച്ചു. തുടർന്ന് നടത്തിയ കൗൺസിലിംഗിലാണ് കുട്ടി പീഡന വിവരം തുറന്നു പറഞ്ഞത്. സ്വർണത്തിന്റെ ബ്രേസ്ലെറ്റ് ഉൾപ്പെടെ നൽകി പ്രലോഭിപ്പിച്ചാണ് പ്രതി 12-കാരിയെ പീഡനത്തിനിരയാക്കിയിരുന്നത്. കുട്ടിയുടെ കയ്യിൽ നിന്ന് അധ്യാപകർ മൊബൈൽ ഫോൺ കണ്ടെത്തിയതോടെയാണ് സംഭവം പുറത്തു വന്നത്. ഇതോടെയാണ് സ്നേഹ കുടുങ്ങിയത്. 14-കാരനെ ലൈംഗികമായി ഉപദ്രവിച്ച സ്നേഹ ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. തളിപ്പറമ്പിലെ CPI നേതാവ് കോമത് മുരളിയെ ഹെൽമറ്റ് കൊണ്ട് മർദ്ദിച്ച കേസിലും സ്നേഹ പ്രതിയാണ്. ഇപ്പോൾ വീണ്ടും ഒരു പോക്സോ കേസ് കൂടി സ്നേഹയ്ക്കെതിരെ വന്നിരിക്കുകയാണ്.